റാഗിംഗ് വിരുദ്ധ നിയമത്തിന്റെ കാര്യത്തിലാണ് സർക്കാർ 3 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണം എന്നാണല്ലോ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, ഈ സമീപകാലത്തൊക്കെ പല സ്ഥലത്തും ഈ വലിയ രീതിയിൽ ഈ റാഗിങ്ങുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ വയനാട്ടിലെ സംഭവം ഓർമ്മയുണ്ട്, കോട്ടയത്തെ സംഭവം ഓർമ്മയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സമഗ്രമായ ഒരു റാഗിംഗ് വിരുദ്ധ നിയമം സംസ്ഥാനത്ത് കൊണ്ടുവരണമെന്ന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ആ കരട് നിയമം തയ്യാറായി കഴിഞ്ഞു. അതിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം കിട്ടിയിരിക്കുന്നു. ഇനി മന്ത്രിസഭയിലേക്കാണ് ഇത് പോകേണ്ടത്. മന്ത്രിസഭ അംഗീകരിച്ചാൽ മാത്രമേ അത് നിയമമായി വരികയുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിവിധ വകുപ്പുകളുടെ ിലേക്ക് അത് സർക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് സർക്കാർ ഇന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ആ നിയമത്തിന്റെ കാര്യത്തിൽ അന്തിമ അംഗീകാരം 3 ആഴ്ചയ്ക്കകം അതിൽ നടപടി വേണം എന്നതാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാലും ഈ കരട് നിയമത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭയ്ക്ക് പോകേണ്ടി വരും. ഏറ്റവും വേഗത്തിൽ തന്നെ ഈ റാഗിംഗ് വിരുദ്ധ നിയമം സംസ്ഥാനത്ത് നടപ്പാക്കണം എന്ന കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ബിന്നിലാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.